ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വെജ് പുലാവിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണെന്ന് മാത്രമല്ല, വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിനാവശ്യമുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കണതെന്ന് നമുക്ക് നോക്കാം. ഇത് തയ്യാറാക്കാൻ തുടങ്ങണതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ബസ്മതി റൈസ് കുറച്ച് വെള്ളത്തിലിട്ട് വെക്കുകയാണ്. ഞാനിവിടെ മെഷറിംഗ് കപ്പ് കൊണ്ട് 2 കപ്പ് ബസ്മതി റൈസാണ് എടുത്തേക്കണത്. ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി റൈസാണ് ഞാനിവിടെ എടുത്തേക്കണത്. അത് 2 കപ്പ് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കണം. ഇതൊരു 30 മിനിറ്റ് നേരമെങ്കിലും നമ്മൾ സോക്ക് ചെയ്ത് വെക്കണം, എന്നാലാണ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. 30 മിനിറ്റ് നേരം സോക്ക് ചെയ്ത് വെച്ച ശേഷം ഇത് ഊർത്തെടുക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ഉപയോഗിക്കാം. ഇനി നമ്മൾ പുലാവ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങുകയാണ്. അതിനായിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം നെയ്യും അതുപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം ഓയിലും കൂടി ചേർക്കുകയാണ്. രണ്ടും കൂടി ഒപ്പമാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് കുറച്ച് ഓയിലിൻ്റെ ടെക്സ്ചർ കൂടുതൽ ഇഷ്ടമാണെങ്കിൽ കുറച്ച് കൂടുതൽ ചേർക്കാം, നെയ്യ് ചേർക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ നെയ്യും 2 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. എണ്ണ ഒന്ന് ചൂടായി കിട്ടിയാൽ ഇതിലേക്ക് പട്ട, ഗ്രാമ്പൂ, തക്കോലം, ഏലക്കായ എന്നിവ ചേർത്ത് കൊടുക്കാം. ഒന്നും കൂടുതലായിട്ട് ചേർക്കരുത്, വളരെ കുറച്ച് ക്വാണ്ടിറ്റി മാത്രമേ ചേർക്കാനായിട്ട് പാടുള്ളൂ. അടുത്തതായിട്ട് ഒരു 15 അണ്ടിപ്പരിപ്പാണ് ചേർക്കുന്നത്. ഈ അണ്ടിപ്പരിപ്പിൻ്റെ എണ്ണം കൂടുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ പുലാവിന് നല്ല ടേസ്റ്റാണ് ഉണ്ടാവുക. അത് കാരണം നിങ്ങളുടെ കയ്യിൽ കൂടുതൽ അണ്ടിപ്പരിപ്പ് ഉണ്ടെങ്കിൽ ഇതിൽ കുറച്ച് കൂടുതൽ തന്നെ ചേർത്തോളൂ. അപ്പോൾ കുറച്ച് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. ഇതൊന്ന് ചൂടായി കിട്ടിയാൽ അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് സവാളയാണ്. കനം കുറച്ച് നുറുക്കിയിട്ടുള്ള ഒരു സവാള, ഒരു വലിയ സവാള കനം കുറച്ച് നുറുക്കിയതാണ്. അപ്പോൾ ഇതിൽ സവാളയുടെ അളവൊന്നും ഒരുപാട് വേണ്ട കേട്ടോ. നമ്മൾ പച്ചക്കറികളൊന്നും ഒരുപാട് ചേർക്കണില്ല, വളരെ കുറച്ച് മാത്രമേ ചേർക്കണുള്ളൂ. അപ്പോൾ ഒരു സവാള നീളത്തിൽ നുറുക്കിയത്, കനം കുറച്ച് നീളത്തിൽ നുറുക്കിയത് ചേർത്ത് കൊടുത്തു. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചത് ഒരു വലിയ ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. നിറച്ചുണ്ട് കേട്ടോ, കാരണം നമ്മൾ ഫ്രഷായിട്ട് ചതച്ചെടുത്തിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുത്താലാണ് അതിൻ്റെ ടേസ്റ്റ് കിട്ടണത്. നമ്മൾ മേടിക്കണതാവുമ്പോൾ നമുക്ക് അത്ര കറക്റ്റ് ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തു. ഇനി അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് വെജിറ്റബിൾസ് ചേർക്കാൻ. ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് പച്ചമുളകും കൂടി ആഡ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ തീരെ എരിവില്ലാത്ത ഒരു പുലാവാണ് തയ്യാറാക്കുന്നത്, അതുകൊണ്ട് ഞാൻ പച്ചമുളക് ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് പച്ചമുളകിൻ്റെ എരിവ് ഇഷ്ടമാണെങ്കിൽ ഈ സമയത്ത് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വെജിറ്റബിൾസ് ചേർക്കാറായിട്ടുണ്ട്. ഇപ്പോൾ ഞാനിവിടെ 3 വെജിറ്റബിൾസാണ് ഇതിലേക്ക് എടുത്തേക്കണത്. ക്യാരറ്റ്, അതുപോലെ തന്നെ ഫ്രോസൺ ഗ്രീൻ പീസ്, ഉരുളക്കിഴങ്ങ്. പച്ചക്കറികളുടെ അളവിലും അതുപോലെ തന്നെ തരത്തിലും ഒക്കെ നിങ്ങൾക്ക് വ്യത്യാസം വരുത്താം. ഈ 3 എണ്ണം തന്നെ എടുക്കണമെന്ന് ഒരു നിർബന്ധമില്ല. ഞാനിവിടെ എൻ്റെ കയ്യിലുള്ള വെജിറ്റബിൾസ് എടുത്തുവെന്നേ ഉള്ളൂ. പിന്നെ ഇതിൽ പനീർ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയിടുകയാണെങ്കിൽ അതും നല്ലതാണ്. പിന്നെ ബീൻസ് ചേർക്കാറുണ്ട്, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. നമുക്ക് ഏതൊക്കെ പച്ചക്കറി വേണം, എത്ര അളവിൽ വേണം എന്നുള്ളത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർക്കാം. പിന്നെ ഒരുപാട് പച്ചക്കറി ആയിപ്പോയാൽ നമുക്ക് കഴിക്കുമ്പോൾ ചില ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടാതെ വരും. അതുകൊണ്ട് ഞാൻ വളരെ കുറച്ച് പച്ചക്കറി മാത്രമേ ഇതിൽ ചേർത്തിട്ടുള്ളൂ. പച്ചക്കറികൾ ഒന്ന് ചൂടായി കിട്ടിയാൽ അടുത്തതായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ബസ്മതി റൈസാണ്. നമ്മൾ കഴുകി വൃത്തിയാക്കി വെള്ളം വാരാൻ വെച്ചിട്ടുള്ള ബസ്മതി റൈസാണ്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇത് മുഴുവനായിട്ട് ചേർത്ത് കൊടുത്ത ശേഷം ചെറുതായിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരു 5 മിനിറ്റ് നേരം റോസ്റ്റ് ചെയ്തെടുത്താൽ നല്ല ടേസ്റ്റുള്ള പുലാവ് നമുക്ക് കഴിക്കാനായിട്ട് പറ്റും. ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ ഒരിക്കലും മിസ്സാക്കരുത്. എപ്പോഴും ബസ്മതി റൈസ് ഒന്ന് ചൂടായ ശേഷം മാത്രമേ വെള്ളം ഒഴിക്കാൻ പാടുള്ളൂ. അപ്പം നമ്മൾ വയനയിലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഇട്ട് കൊടുക്കാനായിട്ട് മറന്നു പോയതാണ്. അപ്പോൾ അതുകൊണ്ട് വയനയിലയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റാക്കി എടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ കരിഞ്ഞു പോകാനും അതുപോലെ അടി പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക. അടുത്ത പരിപാടി ഇതിലേക്ക് വെള്ളം ഒഴിക്കുന്നതാണ്. അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്യണേക്കാൾ മുമ്പ് തന്നെ നമ്മളൊരു പാത്രത്തിൽ കറക്റ്റ് അളവിലുള്ള 1 ഗ്ലാസ് അരിക്ക് 1.25 ഗ്ലാസ് എന്നുള്ള നിലയ്ക്കാണ് ഞാനിന്ന് വെള്ളം എടുത്തേക്കണത്. ആ അളവിൽ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടാവണം. അപ്പോൾ അപ്പുറത്തെ ഗ്യാസിൽ ഞാൻ തിളപ്പിക്കാനായിട്ട് വെള്ളം വെച്ചിട്ടുണ്ട്. എപ്പോഴും തിളച്ച വെള്ളം വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. ഇത് നന്നായിട്ട് റോസ്റ്റായി കിട്ടിയാൽ നമുക്ക് തിളച്ച വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഒരുവിധമൊക്കെ നന്നായിട്ട് റോസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1 ഗ്ലാസ് അരിക്ക് 1.25 ഗ്ലാസ് വെള്ളം എന്നുള്ള നിലയ്ക്കാണ് എടുത്തേക്കണത്. തിളച്ച വെള്ളമാണ്, ഒന്നും മറക്കരുത്. ഇതുവരെ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല.
പുലാവിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. നന്നായിട്ട് തിളയ്ക്കാനായിട്ട് തുടങ്ങിയിട്ട് ഇനി നമുക്ക് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ലോ ഫ്ലെയിമിൽ വേണം മൂടി വെക്കുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട്. മൂടി വെച്ച ശേഷം ലോ ഫ്ലെയിമിലാക്കി കൊടുക്കുക. എന്നിട്ട് ഇതിലെ വെള്ളം മുഴുവനായിട്ടും വറ്റിച്ചെടുക്കാം. ഇനി നമുക്ക് മൂടി ഒന്ന് തുറന്നു നോക്കി നോക്കാം. കണ്ടില്ലേ, കറക്റ്റ് വേവായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് ഒരരിയുടെ മുകളിൽ ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ കറക്റ്റ് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ മൂടി വെച്ച് വേവിക്കുന്ന സമയത്ത് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കണം. അതല്ലെങ്കിൽ റൈസ് അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. കണ്ടില്ലേ, ഇതുപോലെ പൊരിപൊരിയായിട്ടുള്ള പുലാവ് നിങ്ങൾക്കും തയ്യാറാക്കിയെടുക്കാം വളരെ എളുപ്പത്തിൽ തന്നെ. ഈ വെജിറ്റബിൾ പുലാവ് നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും കൂടി വേണം. അപ്പോൾ വീണ്ടും കാണുന്നത് വരേക്കും നന്ദി, നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്.